മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഭിന്നതയിലും പരസ്യപ്രസ്താവനകളിലും നിർമ്മാതാവും സംഘടനയുടെ ട്രഷററുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചു. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അതേസമയം ശ്രീ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കുള്ളിൽ യാതൊരു ഭിന്നതയുമില്ല. സംഘടനയുടെ പ്രിയപ്പെട്ട അംഗങ്ങളാണ് ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും. ഇരുവരും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആന്റണി പെരുമ്പാവൂരിൻ്റെ ചിത്രത്തിൻ്റെ ബഡ്ജറ്റിനെക്കുറിച്ച് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതാണ് അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അസോസിയേഷൻ്റെ ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന്. നാളെ ഒരു സിനിമാ സമരം വന്നാൽ അസോസിയേഷനൊപ്പം അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ ആന്റണി എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു. ശ്രീ സുരേഷ് കുമാർ ആരെയും ഹർട്ട് ചെയ്യാനല്ല പ്രസ്താവന നടത്തിയത്. ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല, സംയുക്ത യോഗത്തിന് ശേഷം എടുത്ത തീരുമാനമായിരുന്നു അതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. 2024 മലയാള സിനിമയ്ക്ക് നല്ല വർഷമായിരുന്നുവെങ്കിലും 2025 സാധ്യതകൾ കുറയുകയാണ്. ഈ ഘട്ടത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടന ആ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ആന്റണി പെരുമ്പാവൂരിന് സംയുക്ത യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. നിർമ്മാതാക്കൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കൊപ്പവും താരങ്ങളുടെ പ്രതിഫലവും പ്രശ്നവും ചൂണ്ടിക്കാട്ടി അമ്മ സംഘടനയ്ക്ക് കത്തയച്ചിരുന്നു. 5 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്ക് പ്രതിഫലത്തിൻ്റെ 30% അഡ്വാൻസായി നൽകാമെന്നും ബാക്കി തുകയുടെ ഉത്തരവാദിത്തം സംഘടന തന്നെ ഏറ്റെടുക്കാമെന്നും അമ്മ സംഘടനയെ അറിയിച്ചിരുന്നു. എന്നാൽ ജനറൽ ബോഡിക്ക് ശേഷമേ തീരുമാനം അറിയിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അമ്മ സംഘടന മറുപടി നൽകിയത്. താൻ സമരത്തിനൊപ്പം അല്ല, സമരത്തെ അനുകൂലിക്കുന്നുമില്ല. എന്നാൽ സംഘടന കൂട്ടായി തീരുമാനമെടുത്താൽ അതിനോടൊപ്പം നിൽക്കും. ജൂൺ മാസത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നിരിക്കെ ചർച്ചകൾക്ക് ധാരാളം സമയമുണ്ട് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു. അടുത്തിടെ നിർമ്മാതാക്കളുടെ ബുദ്ധിമുട്ടുകൾ വിവരിച്ച് ശ്രീ ജി സുരേഷ് കുമാർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. 100 കോടി ക്ലബ്ബുകൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഷെയറായി ആ തുക വന്നാൽ മാത്രമേ തങ്ങൾക്ക് അത് ശരിയാണെന്ന് കണക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ എന്നും ശ്രീ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് എന്ന നിലയിൽ വാർത്തകൾ വരാൻ കാരണം.